ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു SCERT സീരീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമാണ് നോക്കുന്നത്. സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേര് ഇതാണ്: ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ഓക്കെ, പോകാം ക്ലാസ്സിലോട്ട്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഗ്ലോബിൻ്റെ പിക്ചർ കാണാം, ഇവിടെ നമുക്കൊരു മാപ്പിൻ്റെ പിക്ചർ കാണാം അല്ലേ? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? നമ്മൾ ഭൂപടങ്ങളെ അല്ലെങ്കിൽ ഗ്ലോബിനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് അല്ലേ, നമ്മുടെ യാത്രാ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ പ്രധാനപ്പെട്ട നമുക്ക് ടെക്സ്റ്റൽ ബേസിൽ ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതെന്ന് നോക്കാം. പ്രധാനമായും ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്, ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്. അങ്ങനെ ഈ ഒരു 3 കാര്യങ്ങൾ കൊണ്ട് അവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അല്ലേ? നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗ്ലോബും മാപ്പും അല്ലെ, എല്ലാ മേഖലകളിലെയും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ 3 കാര്യങ്ങളും ടെക്സ്റ്റിൽ നിന്ന് ചോദിക്കാം എന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഈ 3 ഹെഡിങ്സും വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് എഴുതുന്ന ഓർത്തു വയ്ക്കുക. ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്, ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്. ഓക്കെ, ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില പ്രധാന സവിശേഷതകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഭൂമിയുടെ യഥാർത്ഥ മാതൃക എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയുടെ യഥാർത്ഥ മാതൃക എന്നറിയപ്പെടുന്നത് ഗ്ലോബാണ്. ഗ്ലോബ് അല്ലെ, ഗ്ലോബ് ഉരുണ്ടിട്ടിരിക്കുമ്പം ആ ഭൂമിയെ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു ഭൂമിയെ ഒരു ചെറിയ ഗോളമായിട്ട് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കണം? ഗ്ലോബ് ഉപയോഗിക്കണം. ഭൂമിയുടെ ദ്വിമാനം എന്ന് പറയുമ്പോൾ എന്താണെടാ? 2D മാതൃക ഏതാണ്? അതാണ് ഭൂപടം. ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം, ഭൂമിയെ നമ്മൾ ഗോളാകൃതിയിൽ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളത് ഗ്ലോബാണ്. ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത് എന്താണെടാ? ഭൂപടമാണല്ലേ, മാപ്പാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരന്ന പ്രതലത്തിൽ ഭൂമിയുടെ രൂപത്തെ ചിത്രീകരിക്കുന്നത് മാപ്പാണ് അഥവാ ഭൂപടമാണ്. ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ളൊരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രധാനം. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, അതേതാണ്? അത് ഗ്ലോബാണ്. രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നത്, അത് നമുക്കറിയാം. രേഖാംശ രേഖകൾ എന്താണെടാ? അതാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. അക്ഷാംശ രേഖകളാണ് ലാറ്റിറ്റ്യൂഡ്സ് അല്ലെ. ഒരു ഗ്ലോബിലെ അല്ലെങ്കിൽ ഒരു മാപ്പിലെ ഇങ്ങനെയുള്ള രേഖകളെ നമ്മൾ എന്ത് പറയും? ലോഞ്ചിറ്റ്യൂഡ്സ് എന്നും. ഇങ്ങനെയുള്ള രേഖകളുണ്ടല്ലോ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രേഖകളെ നമ്മൾ എന്ത് പറയും? ലാറ്റിറ്റ്യൂഡ്സ് അഥവാ അക്ഷാംശ രേഖകൾ എന്നും പറയും. ഇപ്പം രേഖ നമ്മൾ ഇങ്ങനെയല്ലേ ഇടുന്നത്, ഗോപിപ്പൊട്ട് അങ്ങനെ ആലോചിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഇടുന്നത്? സ്ട്രെയിറ്റ് ലൈൻ എന്നിട്ട് ആലോചിക്കുക. രേഖകളായും ചിത്രീകരിക്കുന്നത് ഭൂപടത്തിലാണ്. എന്തുകൊണ്ടാണ് നേർരേഖകളായി ചിത്രീകരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ഭൂപടം വന്നത്. ഓക്കെ, ഇനി രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നത് എവിടെയാണ്? ഗ്ലോബിലാണ്. അപ്പൊ രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അല്ലെ. നമുക്കിപ്പോൾ ഗ്ലോബ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഭാഗം വയ്ക്കുമ്പോൾ ഇങ്ങനെ കാണാം. അർദ്ധവൃത്തങ്ങളായും, വൃത്തത്തിന്റെ പകുതിയായിട്ടല്ലേ നമുക്ക് ഒരു ഭാഗം നോക്കുമ്പോൾ പകുതിയായിട്ട് കാണാൻ പറ്റും. അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രവൃത്തങ്ങളായും കാണുന്നത് ഏതിലാണ്? ഗ്ലോബിലാണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മളെ തെറ്റിക്കാനായിട്ട് ഇത് രണ്ടും തരും. നമ്മൾ പെട്ടെന്ന് ഓർക്കാതെ എഴുതരുത്, ശ്രദ്ധയോടെ വായിച്ചിട്ട് എഴുതുക. അത് ഗ്ലോബാണ്. അടുത്തത്, ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരം. നമുക്ക് ഒരു വ്യക്തമായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് ഗ്ലോബിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല. ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാതൃകയാണ് അല്ലെ. അവിടെ എല്ലാ കാര്യങ്ങളും അതിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പോലും, പക്ഷേ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല, വളരെ ചെറുതായിട്ടായിരിക്കും. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയുടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൻ്റെയോ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ് നമുക്ക് നേടണമെങ്കിൽ നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവുള്ളൂ? ഭൂപടങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ മതിയാവുള്ളൂ. ഓക്കെ അല്ലേ?
ഇനി എന്താണെടാ ഭൂപടങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഫ്ലാറ്റ് സർഫസിൽ അല്ലെ, ഒരു ഫ്ലാറ്റ് സർഫസിൽ അല്ലെങ്കിൽ ഒരു പരന്ന പ്രതലത്തില് ഭൂമിയെ പൂർണ്ണമായോ, മൊത്തത്തിൽ ഭൂമിയാണെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ ഭാഗികമായോ അല്ലെ പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ് എന്ത്? ഭൂപടങ്ങൾ. അപ്പം ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളാണ് ഭൂപടങ്ങൾ. അപ്പൊ ഭൂപടങ്ങൾ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഭൂപടങ്ങളെ പ്രധാനമായും നമുക്ക് രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാം അല്ലെങ്കിൽ രണ്ട് തരം തിരിക്കാം. ഒന്ന്, ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം. ഒരു മാപ്പിന്റെ പ്രധാനപ്പെട്ട ജോലി, ധർമ്മം എന്താണ്? അപ്പോൾ ഒരു മാപ്പിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മുടെ ആവശ്യത എന്താണ്? ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത്. നമുക്കറിയാം, ഒരു വലിയ ഏരിയയുടെ മാപ്പായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. സോ അത്രയും വലിയൊരു പേപ്പർ എടുത്ത് അത്രയും വലിയൊരു ഏരിയ നമുക്ക് അതിലേക്ക് അടയാളപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊരു തോത് അഥവാ അളവ് കൊടുക്കുന്നു അല്ലെ. അപ്പം രണ്ട് കാര്യങ്ങൾ. അപ്പം ഭൂപടങ്ങളെ പ്രധാനമായും രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാം. അപ്പൊ ടെക്സ്റ്റിൽ ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ഭൂപടങ്ങളെ ഘടകങ്ങളായി തരംതിരിച്ചിരിക്കുന്നതിൽ ശരിയായത് ഏതൊക്കെ? സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ്? ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മത്തെ അനുസരിച്ചും അതുപോലെ തന്നെ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത് അനുസരിച്ചും. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ അല്ലെ. ഇനി നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിച്ചാൽ വന്നുകൂടാ എന്നില്ല. ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ചോദിക്കാം. നമുക്കറിയാം SCERT പുസ്തകങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞു പോവാം. ഭൂപടങ്ങളുടെ ചരിത്രമാണ്. ഭൂപട നിർമ്മാണത്തിന്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചോദിക്കാം, ആദിമ ഭൂപടങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ചാണ്? കല്ലുകളിലും തടികളിലുമാണ് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം മണ്ണിൽ നിർമ്മിച്ചിട്ടുള്ള ഭൂപടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ആദിമകാലത്ത് ഭൂപടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, മണ്ണിലും മൃഗത്തോലിലും തുണിയിലും. ഓർക്കൂലേ? ഏതൊക്കെയാണ്? മണ്ണ്, മൃഗത്തോല്, തുണിയിലും. ഓക്കെ. അറിയപ്പെടുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BCE 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയ സോഴ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, BCE 2500 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ വിശ്വസിക്കുന്ന ഏറ്റവും പഴക്കമുള്ള ഭൂപടങ്ങൾ എന്ന് മനസ്സിലാക്കാം. അടുത്തത്, മെസപ്പൊട്ടാമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണത്. അപ്പം 2500 BCE കാലഘട്ടത്തിൽ നിർമ്മിച്ച ഭൂപടം എവിടെയാണ്? മെസപ്പൊട്ടാമിയയിലെ. അത് ഒരു കളിമൺ ഫലകത്തിലാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഭൂമി ഉരുണ്ടതാണെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അപ്പൊ ടോളമിയെ കുറിച്ച് അറിയാം, ഭൂമി ഉരുണ്ടതാണെന്ന് അല്ലെ. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അപ്പൊ ടോളമി എന്താണ് വിശ്വസിച്ചിരുന്നത്? ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നത് വരെ ടോളമിയുടെ ഭൂപടങ്ങളെ കുറിച്ച് പുറം ലോകത്ത് അറിവില്ലായിരുന്നു. അപ്പൊ ടോളമി എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഭൂമി ഉരുണ്ടതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ, മാപ്പല്ല, ഒരു നമ്മുടെ നിലവിലെ മാപ്പിനോട് സാമ്യമുള്ള സംഭവം നിർമ്മിച്ചത്. അത് 1400 CE ഇതെല്ലാം അറ്റ്ലസിൽ അച്ചടിച്ചു വന്നപ്പോഴാണ് ഈ കോൺസെപ്റ്റുകൾ ലോകം അറിയുന്നത് തന്നെ എന്നത് മനസ്സിലാക്കുക. അതിനുശേഷം അവ കൊളംബസ്, കാബറ്റ്, മഗല്ലൻ, ഡ്രേക്ക്, വെസ്പൂച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. അപ്പം ഈ പ്രധാനപ്പെട്ട മറ്റ്
ശാസ്ത്രജ്ഞരെ നമുക്കിവിടെ പരിചയപ്പെടാം. ആരൊക്കെയാണിത്? കൊളംബസ് ഉണ്ട്, ക്യാബറ്റ് ഉണ്ട്, മഗല്ലൻ ഉണ്ട്, ഡ്രേക്ക് ഉണ്ട്, വെസ്പൂച്ചി ഉണ്ട്. അപ്പൊ ഇവരെല്ലാം എന്താണ്? നാവികന്മാരാണല്ലേ? നാവികന്മാരാണ്, ശാസ്ത്രജ്ഞന്മാരല്ല, ക്ഷമിക്കണം, നാവികന്മാരാണ് അല്ലെ. എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. അപ്പം നാവികർ എന്ന് പറയുന്നത് അവരുടെ സഞ്ചാരം എവിടെയാണെന്ന് നമുക്കറിയാം. അപ്പൊ സമുദ്രങ്ങളുടെ ഒരു സഞ്ചാരങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇവർക്കൊരു ഐഡിയ കിട്ടാനായിട്ട് ഈ ആദ്യകാലങ്ങളിലെ നിർമ്മിതികൾ എന്തായി മാറി? സഹായകമായി മാറി. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ ടോളമി നിർമ്മിച്ച ഭൂപടങ്ങൾക്ക് നിലവിൽ നമ്മൾ നിർമ്മിക്കുന്ന ഭൂപടങ്ങളുമായിട്ട് സാദൃശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതിരിക്കുന്നു. ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. ഒരു ചോദ്യം വേണമെങ്കിൽ ഇവിടെ നിന്ന് ചോദിക്കാം. ഏത് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയതെന്ന് ചോദിച്ചാൽ അത് ഗ്രീക്കിലെയും അറബ് ഭൂമിശാസ്ത്രജ്ഞരാണെന്നും ഓർത്തു വയ്ക്കുക. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി കരുതപ്പെടുന്നു. നമുക്ക് ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട ടോളമിയുടെ കാര്യം മനസ്സിലാക്കി വെക്കണം. ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഈ നാവികരെല്ലാം ഈ ഒരു വിവരങ്ങൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്കൊരു ഭൂപടം കാണാം അല്ലെ. ഇത് ഇന്ത്യയുടെ മാപ്പിലാണ്, പക്ഷെ പല കളറായിട്ട് നമുക്കിവിടെ അലുവിയൽ സോയിൽ, ആരിഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, ഫോർ സോയിൽ, എല്ലാ സോയിലുകളുടെയും കുറിച്ചിട്ടുള്ള പല കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം രാഷ്ട്രീയ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഗതാഗത ഭൂപടം, മണ്ണ് ഭൂപടം. ഞാൻ വെറുതെ എഴുതിയുള്ളൂ, ഇവിടെ തീർന്നില്ല. അങ്ങനെ നമുക്ക് ഓരോ വസ്തുതകളുടെയും ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. അതിനൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു മണ്ണ് ഭൂപടമാണ് ഈ തന്നിരിക്കുന്നത് അല്ലെ. മണ്ണ് ഭൂപടം എന്താണ്? ഒരു പ്രദേശത്തിന്റെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് മണ്ണ് ഭൂപടത്തിന്റെ ധർമ്മം. അതിപ്പോ മണ്ണ് ഭൂപടം എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഇന്ത്യ എന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ഓരോ പ്ലേസുകളിൽ അല്ലെ, ഓരോ ലൊക്കേഷൻസിലും ഏത് മണ്ണാണ് കാണപ്പെടുന്നത് അതനുസരിച്ചല്ലേ നമുക്ക് കൃഷിയെ കുറിച്ചെല്ലാം ഏത് മണ്ണ്. ഇപ്പൊ നമുക്കറിയാം കോട്ടൺ കൃഷിക്ക് ഏറ്റവും നല്ലത് ബ്ലാക്ക് സോയിലാണ് അല്ലെങ്കിൽ ഷുഗർ കെയിനിന്. പക്ഷേ നമ്മുടെ അലൂവിയൽ സോയിലാണ് നമ്മുടെ ക്രോപ്സുകളായിട്ടുള്ള റൈസ്, വീറ്റിനൊക്കെ നല്ലത്. അപ്പം ഈ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ മണ്ണുകളുണ്ട് എന്നത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാലല്ലേ അതിനനുസരിച്ചുള്ള കൃഷിയും നടത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പം എന്തുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന കോൺസെപ്റ്റില് നമുക്ക് രണ്ട് തരത്തിലുള്ള ഭൂപടങ്ങൾ നിർമ്മിക്കാം. അതിലെ ഒന്നാമത്തേതാണ് ഭൗതിക ഭൂപടങ്ങൾ. ഭൗതിക ഭൂപടങ്ങൾ, ഫിസിക്കൽ മാപ്സ് എന്ന് പറയും. പിന്നെ സാംസ്കാരിക ഭൂപടങ്ങൾ. ഓക്കെ, സാംസ്കാരിക ഭൂപടങ്ങൾ. അപ്പൊ രണ്ട് ഭൂപടങ്ങൾ ഏതൊക്കെയാണ്? ഭൗതിക ഭൂപടങ്ങൾ, സാംസ്കാരിക ഭൂപടങ്ങൾ. ഇനി ഭൗതിക ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഒരു ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ. അപ്പം പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെടുന്ന ഭൂപടങ്ങളെ നമ്മൾ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നു. താഴെ തന്നിരിക്കുന്നതിൽ ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏത്? അല്ലെങ്കിൽ കുറെ എക്സാമ്പിൾ തന്നിരിക്കുന്നതിൽ ഭൗതിക ഭൂപടങ്ങൾ ഏതൊക്കെ, ഉദാഹരണം ഏതൊക്കെയാണ്? അങ്ങനെയെല്ലാം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും സാംസ്കാരിക ഭൂപടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. അതായത് ആർട്ടിഫിഷ്യൽ, മനുഷ്യർ നിർമ്മിതമായ സവിശേഷതകൾ. ഉദാഹരണം പറഞ്ഞാൽ രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ, അങ്ങനെ രാഷ്ട്രീയ വിഭാഗങ്ങള്, റോഡുകള്, റെയിൽ പാതകള്, തുറമുഖങ്ങള്, ജനസംഖ്യാ വിതരണം. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ഭൂപടങ്ങളെ നമുക്ക് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലാണ് ഭൗതിക ഭൂപടങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സാംസ്കാരിക ഭൂപടങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, രണ്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്കൊരു ടെക്സ്റ്റിൽ തന്നിരിക്കുന്നതാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട്. അപ്പൊ മഴയുടെ വിതരണം കാർഷിക ഭൂപടമാണോ, ഗതാഗത ഭൂപടമാണോ, കാലാവസ്ഥാ ഭൂപടമാണോ, നൈസർഗിക സസ്യജാല ഭൂപടമാണോ? മഴയുടെ വിതരണം കാലാവസ്ഥാ ഭൂപടം.
വനവിസ്തൃതിയാണെങ്കിലോടാ അത് നൈസർഗിക സസ്യജാലം. നെൽപ്പാടങ്ങളാണെങ്കിലോ കാർഷിക ഭൂപടം. റോഡ് ശൃംഖലയാണെങ്കിലോ ഗതാഗത ഭൂപടം. ഓക്കെ അല്ലേ? ഇനിയും ദാ ഇവിടെ നമുക്ക് മണ്ണിന്റെ ഭൂപടം നമ്മൾ നേരത്തെ കണ്ടു. ദാ മറ്റൊരു ഭൂപടം ഉണ്ട് ഇവിടെ. ഫോറസ്റ്റ്, മാംഗ്രൂവ് ഫോറസ്റ്റ്, മൊനാറ്റ്നി ഫോറസ്റ്റ്, അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. അപ്പം ഇത് എന്താണ്? ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭൂപടം. ഇത് സെയിം ആണോ? സെയിം അല്ല അല്ലേ? ഇതിനെ നമ്മൾ ഒരുമിപ്പിച്ച് വെച്ചാലോ നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നാം വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ? ഒരു പ്രത്യേക വിഷയം മാത്രം. ഇവിടെ ഈ ഭൂപടത്തിൽ നമ്മൾ മണ്ണിനെ കുറിച്ച് കണ്ടു അല്ലെ? മണ്ണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലായി കാണപ്പെടുന്ന മണ്ണിനങ്ങൾ. ദാ ഇവിടെ നമുക്ക് കാണാം ഇന്ത്യ എന്ന രാജ്യത്തിലെ ഫോറസ്റ്റിന്റെ ഓരോ ഏരിയകളിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഫോറസ്റ്റ് ഏരിയാസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ കിട്ടും. അപ്പം വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ചോദ്യം വരാം. ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നാം എന്ത് പറയും? വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയും. ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് എങ്ങനെ വർഗീകരിക്കാമെന്ന് നോക്കാം. എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം എന്ത് മനസ്സിലാക്കുക? നമുക്ക് ഒരു ഭൂപടം നിർമ്മിക്കാം. നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയുടെ ഭൂപടം നിർമ്മിക്കുമ്പം അത്രയും വലിയ പേപ്പർ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഒരു നിശ്ചിത അളവ് അതിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു നിശ്ചിത തോത് കണക്കാക്കിയാണ് നമ്മൾ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. തോതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം നമുക്ക് നോക്കാം. അപ്പം തോതിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. വലിയ തോത് ഭൂപടങ്ങൾ എന്നും ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. തോതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് പറയുന്നുണ്ട്. വലിയ തോത് ഭൂപടങ്ങൾ എന്നും അതുപോലെ തന്നെ ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും. ഓക്കെ അല്ലേ? ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു. വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു. വലിയ തോത് ആണ്. വലിയ തോത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഏരിയ ആയിരിക്കും, എന്നാൽ കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ തോത് ഭൂപടങ്ങളിൽ നിന്ന് കിട്ടും. അപ്പോൾ വലിയ തോത് ഭൂപടങ്ങൾ ചെറിയ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവം ലഭിക്കുന്നു മനസ്സിലാക്കുക. ഉദാഹരണം എന്താണ്? ധരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടം. ഇങ്ങനെ ചോദിക്കാം. ധരാതലീയ ഭൂപടം അഥവാ വില്ലേജ് ഭൂപടം എന്തിന് ഉദാഹരണമാണ്? വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് എന്നത് ഓർത്ത് വയ്ക്കുക. ഇനി തോതിന് ഉദാഹരണം നോക്കടാ. 1 സെന്റിമീറ്റർ, ഹാഫ് കിലോമീറ്റർ. കണ്ടോ? ഇവിടെ 1/2 കിലോമീറ്റർ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 1 സെന്റിമീറ്റർ ആയിട്ട് വരയ്ക്കുന്നു. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ചെറിയ തോത് ഭൂപടങ്ങളാണ്. ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നു. അപ്പൊ ചെറിയ തോത് ഭൂപടങ്ങളാണ് എന്ത് മനസ്സിലാക്കുക. അപ്പം ഏതെങ്കിലും ഒരു പ്രദേശത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, അതിന്റെ ഒരു കേവലമായ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. ലോക ഭൂപടം അല്ലെ? ലോക ഭൂപടത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നോ? ഇല്ല. ഇന്ത്യ ഭൂപടം, കേരളത്തിന്റെ ഭൂപടം എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാം? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ എന്താണ്? അതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഇനി തോത് നോക്കൂ. ഇവിടെ നോക്കടാ. 1 സെന്റിമീറ്ററിന് 25 കിലോമീറ്റർ ആണ്. ഇവിടെ 1 സെന്റിമീറ്ററിന് 1/2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ആ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് മാറിപ്പോവരുത്, കൃത്യമായിട്ട് പഠിക്കുക. ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെ ഭൂപട വായന എന്ന് പറയുന്നു. അപ്പം ഭൂപട വായന എന്തെന്ന് ചോദിച്ചാൽ, ഭൂപടങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് അതിലുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്ന, അത് റീഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിനെ പറയുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഭൂപട വായന. അപ്പം ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു തലക്കെട്ട് വേണം അല്ലേ? ആ ഭൂപടം എന്തിനെ കുറിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഒരു തലക്കെട്ട് വേണം. അതുപോലെ തന്നെ ഒരു തോത് വേണം, അതിനൊരു ദിക്ക് വേണം, ദിക്ക് കാണിക്കണം. അതുപോലെ അതിൻ്റെ അക്ഷാംശ രേഖ, രേഖാംശ രേഖ കൃത്യമായിട്ട് പറയണം. അംഗീകൃത നിറങ്ങൾ അഥവാ ചിഹ്നങ്ങളെ കുറിച്ച് പറയണം. സൂചികയെ കുറിച്ച് പറയണം.
ഭൂപട വായനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ കൃത്യമായിട്ട് 7 ഘടകങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ ഭൂപട വായനയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏത് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. നോക്കടാ, തലക്കെട്ട് വേണം, തോത് വേണം, ദിക്ക് വേണം, അക്ഷാംശ രേഖാംശ രേഖകൾ വേണം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും വേണം, സൂചിക വേണം. ക്ലിയർ ആണല്ലോ? ഇനി നോക്കടാ, തലക്കെട്ട് ജസ്റ്റ് കാണാം അല്ലെ. ഏതൊരു മാപ്പ് എടുത്താലും നമ്മൾ ആദ്യം നോക്കുന്നതാണ് തലക്കെട്ട്. ഈ മാപ്പ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഈ മാപ്പ് എന്തിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തരുന്നത് എന്നതാണ് തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു തലക്കെട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, കേരളം ഭൂപ്രകൃതി. ഇനിയും തോതിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറയാം. തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം ചോദിക്കാം, എന്തടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്? തോത് അടിസ്ഥാനമാക്കിയാണ്. എന്തടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്? തോത് അടിസ്ഥാനമാക്കിയാണ്. ഭൂതലത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ 2 സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത്. അപ്പൊ തോതിനൊരു എക്സ്പ്ലനേഷൻ ആണ് കിടക്കുന്നു. എന്താണ്? ഭൂതലത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂതലത്തിലെ അല്ലെ, എർത്തിൽ അല്ലെങ്കിൽ ആ പ്ലേസിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ മാപ്പിലെ അതേ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെയും അനുപാതത്തെ, റേഷ്യോയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തോത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു നദിയുടെയോ റോഡിന്റെയോ റെയിൽപാതയുടെയോ നീളം, ഒരു പ്രദേശത്തിന്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇത് തോത് അടിസ്ഥാനമാക്കിയാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തോത് മനസ്സിലാക്കി വെക്കുക. ഭൂതലത്തിലെ 2 സ്ഥലങ്ങളും അതുപോലെ തന്നെ ഭൂപടത്തിലെ 2 സ്ഥലങ്ങളും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ തോത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ തോത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ, നദികളുടെയോ റോഡോ റെയിൽപാതയോ നീളം, അതുപോലെ ഒരു പ്രദേശത്തിന്റെ വിസ്തൃതി, അതുപോലെ തന്നെ ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രസ്താവനാ രീതി അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ. പ്രസ്താവനാ രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ഉദാഹരണമായി, ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ 1 കിലോമീറ്റർ ഏതൊരാൾക്കും മനസ്സിലാവുന്നു. അപ്പൊ നമുക്ക് എന്താ പറയാം? ഇവിടെ പറയുന്നു 1 സെന്റിമീറ്റർ, നമ്മുടെ മാപ്പിൽ 1 സെന്റിമീറ്റർ, അതിന്റെ യഥാർത്ഥ ഇത് ഭൂതലത്തിലാണെങ്കിൽ ഇത് ഭൂതലത്തിൽ അത് 1 കിലോമീറ്റർ ആണെങ്കിൽ ഭൂപടത്തിൽ നമ്മൾ എന്തായിട്ട് വരയ്ക്കും? അതിനെ 1 സെന്റിമീറ്റർ ആയിട്ട് വരയ്ക്കും. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തോത് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ഭിന്നക രീതി അഥവാ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഓർ RF എന്താണെന്ന് നോക്കടാ, ഇങ്ങനെയാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആയിട്ട് കൊടുക്കുന്നു, റേഷ്യോ രീതിയിൽ. അപ്പം ഇതാണ് എന്ത്? ഭിന്നക രീതി എന്ന് പറയുന്നത്, തോതുകൾ രേഖപ്പെടുത്തിയിട്ട് ഉള്ളത്. കണ്ടോ? അപ്പൊ എന്താണ്? ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 1 ലക്ഷം യൂണിറ്റുകൾക്ക് തുല്യമാണ് അല്ലെ. നമ്മുടെ ഭൂപടത്തിൽ 1 യൂണിറ്റ് എഴുതിയപ്പോൾ അത് റിയലില് 1 ലക്ഷത്തിന് ഈക്വൽ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് സെന്റിമീറ്റർ എടുക്കുകയാണെന്ന് വിചാരിച്ചു. 1 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ 1 lakh സെന്റിമീറ്ററിന് ഈക്വൽ ആണ് എന്ന് അർത്ഥം. 1 lakh സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 കിലോമീറ്ററിന് ഈക്വൽ ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ എന്താണ് അത് മനസ്സിലാക്കുന്നത്? ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണമായി നമ്മൾ പറഞ്ഞതുപോലെ അകലം സൂചിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ സെന്റിമീറ്റർ എന്ന ഏകകം ഉപയോഗിക്കും, യൂണിറ്റ് ഉപയോഗിക്കുന്നു വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 യൂണിറ്റ് അകലം, അതായത് 1 സെന്റിമീറ്റർ ഭൂതലത്തിലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്, ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂതലത്തിലെ 1 ലക്ഷം സെന്റിമീറ്റർ അകലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 1 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 കിലോമീറ്റർ അല്ലേ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇങ്ങനെയും പറയാം. ഇപ്പൊ 2 സെന്റിമീറ്റർ യൂണിറ്റിൽ പറയാം. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 lakh സെന്റിമീറ്റർ, 1 ലക്ഷം സെന്റിമീറ്റർ. അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ. കാര്യം നമുക്കറിയാം 1 lakh സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ ആണെന്ന് നമുക്ക് അറിയാം. അടുത്തത് രേഖീയ രീതി അഥവാ ലീനിയർ സ്കെയിലാണ്. കൈ നോക്കടാ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തോതിനെ നമുക്ക് നിർണ്ണയിക്കാം, അല്ലെങ്കിൽ തോതിനെ നമുക്ക് ഒരു മാപ്പിൽ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. നോക്കടാ,
അപ്പൊ ഇതിനെ പറയുന്ന പേരെന്താണ്? ഇതാണ് രേഖീയ രീതി അഥവാ ലീനിയർ സ്കെയിൽ എന്ന് പറയും. എന്താണ്? രേഖീയ രീതി അഥവാ ലീനിയർ സ്കെയിൽ എന്ന് പറയും. അടുത്ത് നമ്മൾ പറയുന്നത് ദിക്കുകളാണ് അല്ലേ? നമുക്കറിയാം അല്ലേ, വടക്ക് ദിക്ക്, വടക്കുണ്ട്, തെക്കുണ്ട് അല്ലേ? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇത് പ്രധാനപ്പെട്ട ദിക്കുകളുണ്ട് അല്ലേ? ഇത് കൂടാതെ തന്നെ നമുക്ക് പറയാം അല്ലേ, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, അങ്ങനെ നമുക്ക് പറയാം. ഇപ്പൊ ദിക്കുകളെ കുറിച്ച് നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യം, ഭൂപടത്തിന്റെ മുകൾ ഭാഗത്ത് N കൊടുത്തിരിക്കുന്നു. N എന്ന് പറയുന്നത് നോർത്താണ്, വടക്ക് ദിശയെ അത് കാണിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് പോലെ മാപ്പ് എടുത്തിട്ട് അതിനോടൊപ്പം നമ്മൾ എന്തുപയോഗിക്കണം? ഒരു വടക്ക് നോക്കി യന്ത്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതില് നമുക്ക് കൃത്യമായിട്ട് മാപ്പും വടക്ക് നോക്കി യന്ത്രം വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൊസിഷൻ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ നോക്കണം, ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വടക്ക് നോക്കി യന്ത്രത്തിന് അനുസൃതമായി വെച്ചിട്ടാണ് അവര് അത് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്തത് അംഗീകൃത നിറങ്ങൾ അഥവാ ചിഹ്നങ്ങൾ എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ നേരത്തെ ഒരു മണ്ണിന്റെ കണ്ടു അല്ലെ, അതിന് ഓരോ സ്ഥലങ്ങളിൽ ഓരോ നിറങ്ങളെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ ചില മാപ്പ് എടുത്ത് നോക്കുമ്പോൾ കുറെ സിമ്പിൾസ് കാണും. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇത് മാപ്പ് റീഡിങ്ങുമായിട്ട് എന്താണ് ബന്ധം അല്ലെ? നമ്മൾ പറഞ്ഞു ഭൂപട വായന നമ്മൾ പറഞ്ഞില്ലേ, നോക്കടാ. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നുവെന്ന് നമുക്കറിയാം. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. നമുക്ക് ഓരോ സവിശേഷതകളെ നമ്മൾ ഓരോ തരത്തിലുള്ള നിറങ്ങളോ ചിഹ്നങ്ങളോ ഉപയോഗിച്ച് നമ്മൾ ചിത്രീകരിക്കുന്നു. ഇതെല്ലാം ലോകമെമ്പാടും മൊത്തം ഓരോന്നിനും ഓരോ കളർ അല്ലെങ്കിൽ ഓരോ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? ലോകത്ത് എവിടെ പോയാലും ഏത് മാപ്പ് വായിച്ചാലും നമുക്ക് എന്താണ്? കൃത്യത ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലെ, ഒരു സിമിലാരിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൃത്യത ഉണ്ടാകുന്നതിന് വേണ്ടി. ഇനി ഭൂപടങ്ങളിൽ ഭൂവിവരങ്ങൾ ചിത്രീകരിക്കാൻ ആഗോളതലത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നിറങ്ങളും ചിഹ്നങ്ങളും ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ എവിടെയാണെങ്കിൽ പോലും നമുക്ക് ഒരു ആശയക്കുഴപ്പവും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അംഗീകൃത ചിഹ്നങ്ങൾ അറിയാമെങ്കിൽ അല്ലെങ്കിൽ സിമ്പിൾസോ കളേഴ്സോ ഒക്കെ അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി നോക്കണം, ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. നിറങ്ങളും ചിഹ്നങ്ങളാണ്. പച്ച എന്തിനെ സൂചിപ്പിക്കുന്നു? നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നു. മഞ്ഞ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നു. ചുവപ്പ്, ഈ ഭാഗത്ത് നിന്ന് PYQ വന്നിട്ടുള്ളതാണ്, ഒരുപാട് PYQ വന്നിട്ടുണ്ട്. PYQ ഏരിയ തന്നെയാണിത്. ചുവപ്പ് ഏതാണ്? പാർപ്പിടങ്ങൾ, റോഡുകളെ സൂചിപ്പിക്കുന്നു. കറുപ്പ് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകളെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ. അപ്പം കറുപ്പ് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, അതുപോലെ തന്നെ രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ, ഇതൊക്കെ സിമ്പിൾസ് ഉണ്ട്. നീല ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നു. തവിട്ട് നിറം പാറക്കൂട്ടങ്ങൾ, മണൽ കൂനകൾ, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇത് കൃത്യമായിട്ട് പഠിക്കുക. കൂടാതെ ടാറിട്ട റോഡാണെങ്കിൽ ഇതുപോലൊരു സിമ്പിൾ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇനി തീവണ്ടി പാതയാണെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിരിക്കും കാണുന്നത്. ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടാൽ മനസ്സിലാക്കുക അതൊരു അരുവി, ഒരു ചെറിയ സ്ട്രീം ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇങ്ങനെയാണ് സിമ്പിൾ എങ്കിൽ അതൊരു നദി, ഒരു റിവർ എന്ന് മനസ്സിലാക്കുക. അടുത്തത്, ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടാൽ ഇത് മനസ്സിലാക്കേണ്ടത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് എന്നുള്ളതായിരിക്കും. അപ്പം സിമ്പിളോ നിറങ്ങളോ തന്നിട്ട് ഈ ഭാഗത്തുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഭാഗത്തെ വാക്കുകൾ തന്നിട്ട് അത് ഏത് ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ഏത് നിറങ്ങളെയാണ്, പ്രത്യേകിച്ചും ഈ നിറങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ സ്ഥിരമായി കണ്ടിട്ടുള്ളത്. അതിൽ തവിട്ട്, മഞ്ഞയൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും, കൃത്യമായിട്ട് പഠിക്കുക. ഇതാണ് ക്ഷേത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു പിക്ചറാണിത്. മുസ്ലിം പള്ളിയെ സൂചിപ്പിക്കുന്ന ഒരു പിക്ചറാണിത്. പാർപ്പിടങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പിക്ചറാണ് ഇത്. അതായത് അവിടെ പാർപ്പിടങ്ങളുണ്ട്, അവിടെ വീട് അക്കോമഡേഷൻ ഉണ്ട്, ആളുകൾ താമസിക്കുന്നുണ്ട്. അടുത്തത് പോസ്റ്റ് ഓഫീസ്, PO. കിണറിനെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നം കാണുന്നുണ്ട്. അടുത്ത പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഇങ്ങനെ, കോട്ടയ്ക്കാണെങ്കിൽ ഇങ്ങനെ, പാലത്തിന് ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടാൽ നമ്മൾ പാലം എന്ന് തിരിച്ചറിയണം. കുളങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. കുഴൽ കിണറുകളാണെങ്കിൽ ഇങ്ങനെ, അതുപോലെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ശ്മശാനത്തെ സൂചിപ്പിക്കുന്നത്. അപ്പം ഈ തന്നിരിക്കുന്ന സിമ്പിളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ഭാഗങ്ങളിൽ വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. PO എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, കിണർ, അതുപോലെ കോട്ട, അങ്ങനെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൂചിക. എന്താണ് സൂചിക?
ഭൂപട വായനയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് സൂചിക. നമ്മൾ നേരത്തെ പറഞ്ഞു മാപ്പ് റീഡിംഗ് ടെക്നിക് അല്ലേ, അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്, ഒരു ഫാക്ടറാണ് എന്ത്, സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് സൂചിക. അപ്പൊ സൂചിക എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭൂപടങ്ങളിൽ ഉള്ള നിറങ്ങൾ, അതുപോലെ ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ അടയാളങ്ങൾ, ഇവയൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. അപ്പം എന്താണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ്? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതി എന്താണ്? വിദൂര സംവേദനം. അപ്പം ഏതെങ്കിലും ഒരു വസ്തുവിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസമോ ആയിക്കോട്ടെ, അപ്പം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് പറ്റും? വളരെ ദൂരെയുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അതിനെ സ്പർശബന്ധം വെച്ച് തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളല്ല, വളരെ ദൂരത്തിലുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കാൻ പറ്റും. ആ രീതിയെ പറയുന്ന പേരെന്താണ്? അതാണ് വിദൂര സംവേദനം. എന്താണ്? വിദൂര സംവേദനം. ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ, വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ ഘടിപ്പിച്ച് ഭൂവിവരങ്ങൾ ശേഖരിക്കാം. അപ്പം ഈ ഒരു രീതിയിൽ ഉദാഹരണമായിട്ട് നമുക്ക് ബലൂണുകൾ, വിമാനങ്ങൾ, അതുപോലെ തന്നെ കൃത്രിമ ഉപകരണങ്ങൾ, അപ്പം ഇതിലെല്ലാം നമുക്ക് സ്കാനറുകളോ അല്ലെങ്കിൽ ക്യാമറകളോ ഒക്കെ ഘടിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് പറ്റും. ഒന്നുകൂടി പറയുന്നു, ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളിൽ ക്യാമറകളോ അല്ലെങ്കിൽ സ്കാനർ ഘടിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞെടുക്കാൻ സാധിക്കും. ഇനിയും ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ, അതിന് നമ്മൾ സെൻസേഴ്സ് ആണ്, ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ നമ്മൾ പറയുന്നതാണ് പ്ലാറ്റ്ഫോമുകൾ. അപ്പൊ പ്ലാറ്റ്ഫോമുകൾ എന്താണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ എന്താണ് അല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ് ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാറ്റ്ഫോമുകൾ. അപ്പൊ ഇതൊക്കെ പ്ലാറ്റ്ഫോമുകളല്ലേ. അപ്പൊ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാമറകളോ സ്കാനറോ എല്ലാം ഘടിപ്പിച്ചിട്ട് വളരെ ദൂരത്തുള്ള കാര്യങ്ങൾ അറിയുന്ന രീതിയെ നമ്മൾ പറയുന്നതാണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ എന്താണ് എന്നുള്ളത് ചോദിക്കാം. എന്താണ് പ്ലാറ്റ്ഫോമുകൾ? ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ എന്ത് പറയുന്നു? സെൻസസ്. ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ നമുക്ക് എന്ത് പറയാം? പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയാം. അടുത്തത്, അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദൂര സംവേദനത്തെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വിദൂര സംവേദനത്തെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തേതാണ് ഭൂതല വിദൂര സംവേദനം, രണ്ടാമത്തേത് ആകാശീയ വിദൂര സംവേദനം, മൂന്നാമത്തേത് ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പൊ ഏതൊക്കെയാണ്? ഉപഗ്രഹ വിദൂര സംവേദനം, ആകാശീയ വിദൂര സംവേദനം, അല്ലെങ്കിൽ ഭൂതല വിദൂര സംവേദനം. അപ്പൊ ഭൂതല വിദൂര സംവേദനം അഥവാ ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് എന്താണ്? ഇത് കണ്ടോടാ, ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഭൂതലം, അതായത് ഭൂമിയുടെ സർഫസിൽ നിന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ലൊക്കേഷനെ നമ്മൾ ക്യാമറകളുടെ സഹായത്തോടു കൂടി അനലൈസ് ചെയ്യുന്ന രീതിയാണ് ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് അഥവാ ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ കണ്ടല്ലോ, ഒരു വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയോ സെൻസറോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഏരിയൽ റിമോട്ട് സെൻസിങ് അഥവാ ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. എന്താണ്? വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് കാണാം ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ അല്ലെ, അതിൽ ഘടിപ്പിച്ചിട്ടുള്ള യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഭൂമിയുടെ ഒരു ലൊക്കേഷനിലെ കാര്യങ്ങളെ അറിയുന്ന രീതി. അതായത് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങളിൽ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ സംവേദനങ്ങൾ. അപ്പൊ ഇത് 3 ചോദ്യമായിട്ട് ചോദിക്കാം അല്ലെ. ഇൻഡിവിജ്വലി ഇതെന്തെന്ന് ചോദിക്കാം. ഇനി ഈ തന്നിട്ട് പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തിനെ തരംതിരിച്ചിരിക്കുന്നു. താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ അല്ലേ?
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആധുനിക ലോകത്ത് നമ്മുടെ മോഡേൺ വേൾഡിലേക്ക് നമ്മൾ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതിരിക്കുന്നു. അതിൽ ചിലത് മാത്രം നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. കാലാവസ്ഥ പഠനത്തിന് നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. കാർഷിക മേഖലയിലെ പഠനത്തിന് നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. പ്രകൃതിദത്ത വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിനും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ഇനി എന്താണ് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS? GIS എന്താണ്? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് നോക്കാം. ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെ കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അല്ലെ. അപ്പം ആ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഭൂപട വിശകലനം, വിദൂര സംവേദനം? ഇതൊക്കെ ഭയങ്കര ഈ മെത്തേഡ്സിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂപടങ്ങൾ, അതുപോലെ ഗ്രാഫുകൾ, പട്ടികകൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ നിർമ്മിക്കുന്നതായ സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നു. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ ഭൂവിവര വ്യവസ്ഥ GIS എന്ന് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തിന്റെ സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി കണ്ടെത്തുന്നു. അതിനെ നമുക്ക് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ എന്താണ് പറഞ്ഞത്? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഭൂപടങ്ങളും ഗ്രാഫുകളും എല്ലാം നിർമ്മിക്കുന്നു അല്ലേ. അതോടൊപ്പം തന്നെ ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ നമുക്ക് സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന വിദ്യ അല്ലെ. ആ സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS. ഭൂവിവര വ്യവസ്ഥ അഥവാ GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഇപ്പൊ പറയുന്നത് വേറൊന്നുമില്ല, നമ്മൾ 3 രീതിയിലുള്ള പറഞ്ഞു. അത് തന്നെ നമ്മളിപ്പോൾ മോഡേൺ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. സോ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയും അല്ലേ ആ സാങ്കേതിക വിദ്യകളുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അല്ലേ, കുറച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് ഇൻഫോർമേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഭൂവിവര വ്യവസ്ഥ എന്ന് പറയാം, അല്ലെങ്കിൽ GIS എന്ന് നമുക്ക് പറയാം. ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനം വിശദമാക്കുന്ന ഡയഗ്രാം ചുവടെ നൽകിയിരിക്കുന്നു. അപ്പം അത് എങ്ങനെയാണ്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനെ നമുക്ക് എങ്ങനെ സാധ്യമാക്കാം? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചറാണ്. നോക്കടാ, ഒരു ഉപയോക്താവ്, ഒരു യൂസർ ഇവിടെ ഇരിക്കുകയാണ് അല്ലേ. അയാൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്തോ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതുവഴി ഇദ്ദേഹം ഭൂപടങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ, സർവേ തുടങ്ങിയവയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു. അയാൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ ഇതിന്റെ സഹായത്തോടു കൂടി ചെക്ക് ചെയ്യുന്നു, വെരിഫിക്കേഷൻ നടക്കുന്നു. അതിനുശേഷം ഇതിന്റെ ഫൈനൽ ഭൂപടങ്ങളോ ഗ്രാഫുകളോ പട്ടികകളോ ത്രിമാന മാതൃകകളോ എല്ലാം ഉൽപ്പന്നമായി മാറ്റുന്ന രീതിയാണ് നമുക്ക് ഈ പിക്ചറിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ് നോക്കടാ. ഇവിടെ ഒരുപാട് തന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നമുക്കറിയാം, നമ്മൾ മോഡേൺ വേൾഡിൽ ഒരുപാട് മേഖലകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു 50% കൂടുതൽ മേഖലകളിൽ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ സാങ്കേതിക വിദ്യകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കുന്നുണ്ടല്ലേ. നോക്കടാ, വ്യവസായത്തിന്, വാണിജ്യത്തിന്, വിദ്യാഭ്യാസത്തിന്, വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, വിഭവ പരിപാലനം, ആരോഗ്യം, പ്രതിരോധം, വനസംരക്ഷണം, ഭൂവിനിയോഗം, കാലാവസ്ഥാ പഠനം. അപ്പം ഈ പറയുന്ന പല 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 മേഖലകളിലും നമുക്ക് ഈ സാങ്കേതിക വിദ്യയുടെ സഹായം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അല്ലേ. പണ്ട് കാലങ്ങളിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ പോയി അവിടെ പോയി കണ്ട്
പിടിക്കേണ്ട കാര്യങ്ങൾ പോലും ഇന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS ആണ്. നേരത്തെ പറഞ്ഞത് GIS ആണ്, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇപ്പൊ പറയുന്നത് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതെന്താണ്? ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം, ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി തരുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഭൂമിയിൽ ഒരു വസ്തുവിന്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, അതിന്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ ഭൂമിയിൽ എന്തുണ്ട്? അക്ഷാംശ, രേഖാംശ രേഖകളുണ്ട്. അപ്പം ഈ ഒരു പോയിന്റ് ഇവിടെയാണ് ഓരോ സാധനത്തിന്റെ ലൊക്കേഷൻ. അപ്പൊ ഇതെല്ലാം കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന്റെ സഹായത്തോടെ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവാണെങ്കിലോ അതിന്റെ സ്ഥാനം, സഞ്ചാര ദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളിലും നമ്മൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന വിമാനത്തിന്റെ സ്ഥാനം എവിടെയാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ സഞ്ചരിക്കുന്ന പാത ഏതാണ്, ഏത് ദിശയിലേക്കാണ് ഇത് യാത്ര ചെയ്യുന്നത്, ഏത് സമയത്താണ് ഇവിടെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന GPS സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഭൂമിയിലെ ഒരു വസ്തുവിന്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, പിന്നെ അതിന്റെ ഉയരം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിൽ നിന്നുമെല്ലാം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ പോയിന്റ് വരുന്നത്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഇടാം. അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മേഖലകൾ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഇനി നമുക്ക് നോക്കാം, വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS എന്നീ നൂതന സാങ്കേതികങ്ങളുടെ സാധ്യതകൾ രാഷ്ട്ര നിർമ്മാണത്തിനും രാജ്യ പുരോഗതിക്കുമായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതും അർത്ഥപൂർണമാകുന്നതും. നാം ആർജിക്കുന്ന ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രാവബോധവും നമുക്ക് നാടിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തും. അപ്പൊ ആക്ച്വലി ഈ സാങ്കേതിക വിദ്യകളുടെയൊക്കെ യൂസ് എന്താണ്? അപ്പം ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, വിദൂര സംവേദനം പറഞ്ഞു, ഭൂവിവര വ്യവസ്ഥ പറഞ്ഞു, GPS അല്ലെ. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രാഷ്ട്രത്തിനെ അല്ലെ കെട്ടിപ്പടുക്കണം അല്ലെ. അതുപോലെ നമ്മുടെ രാജ്യ പുരോഗതിക്ക് വേണ്ടി, പുതിയ പുതിയ കണ്ടെത്തലുകൾക്ക് വേണ്ടി അല്ലെ നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നു. അത് മനസ്സിലാക്കുക. ഇനി പറയുന്നത്, ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനത്തിന്റെ പേര് എന്താണെന്ന് ചോദിക്കാം. അതെന്താണ്? അതാണ് ഭുവൻ. അപ്പൊ ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത അല്ലെ, നമ്മുടെ സ്പേസ് ഓർഗനൈസേഷനായ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനം എന്താണ്? ഭുവൻ. GIS, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ സംവിധാനത്തിന്റെ സവിശേഷതകൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി പ്രയോജനപ്പെടുത്തി അന്വേഷിച്ചു. ഓക്കെ, നമ്മളോട് വേറൊന്നും പറയുന്നില്ല, ഭുവനെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം. ഭുവൻ, ഇന്ത്യയുടെ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനത്തിന്റെ പേര് ഭുവൻ. കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? താഴെ തന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്, ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്, ഇവയെല്ലാം അല്ലെ. ഈ പറഞ്ഞ എല്ലാം തന്നെ നമ്മൾ ഉത്തരമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണിടാ? ആരാണ്? അതാണ് GIS അല്ലെ. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയാണ് GIS. ഭൂതലത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ രണ്ട് സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതത്തെ എന്ത് വിളിക്കുന്നത് തോത് എന്നാണ്.
ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ എന്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ സാംസ്കാരിക ഭൂപടങ്ങളാണോ, രാഷ്ട്രീയ ഭൂപടങ്ങളാണോ, ഭൗതിക ഭൂപടങ്ങളാണോ, കാർഷിക ഭൂപടങ്ങളാണോ? ഭൂപ്രകൃതി, മണ്ണ് ഇതിനെയൊക്കെ കുറിച്ച് പറയുന്നത് ഭൗതിക ഭൂപടങ്ങളാണ്. ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ, ഘടിപ്പിച്ചുള്ള പ്രതലങ്ങളെ, ഉദാഹരണത്തിന് ബലൂണുകൾ, വിമാനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്ത് വിളിക്കുന്നു? സ്കാനറുകൾ, പ്ലാറ്റ്ഫോമുകൾ, ഭൂപടങ്ങൾ, സോഫ്റ്റ്വെയറുകൾ. എന്താണ് നമുക്കറിയാം? പ്ലാറ്റ്ഫോമുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ പഠിക്കുക. മറ്റൊരു SCERT സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി സഹകാരിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്